നമ്മുടെ ചലഞ്ച് വിജയകരമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 79 ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി കറക്റ്റ് 79ാമത്തെ ദിവസം. ഇന്നിപ്പോൾ ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് എടുത്തു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓഫ് അടിച്ചതല്ല, വീഡിയോ ഇടാത്തതാണ്. കാരണം നല്ല തിരക്കായിപ്പോയി. അപ്പോൾ രാവിലെ ഓടിയിട്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ ഇൻസ്റ്റയിൽ ഞാൻ പുതിയൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. സോ ഞാൻ വിചാരിക്കുന്നു ഈ പറയുന്ന ലോങ് വീഡിയോ ഇടുന്നേക്കാളും ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് റിലീഫാണ്. പിന്നെ കുറച്ച് വ്യൂസും കൂടുതൽ വരും. ഇപ്പോൾ ലോങ് വീഡിയോയിൽ 100 വ്യൂസ് വരുമ്പോൾ ഏകദേശം ഷോർട്ട് വീഡിയോയിൽ അറൗണ്ട് 200, 500, 1000 വ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും ഷോർട്ട് വീഡിയോസ് ഫോക്കസ് ചെയ്യാം. അപ്പോൾ എനിക്ക് എളുപ്പമാവും, ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോവുകയും ചെയ്യാം. നിങ്ങൾക്കും വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല കാണാനായിട്ട്. സോ നമുക്ക് എന്തായാലും നമ്മുടെ ഈ മന്ത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. സോ ഈ മന്ത് ഇപ്പോൾ ടോട്ടലി 11,634 രൂപ കിട്ടിയിട്ടുണ്ട് ടോട്ടലി, അതായത് ഏപ്രിൽ മാസം. സോ ഒരു വീക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് 31 മുതൽ, അതായത് ഈ ഒരു വീക്ക് എന്ന് പറയുമ്പോൾ 1, 2, 3 ഏപ്രിൽ മാസം വരുമ്പോൾ, സോ ഒരു ആഴ്ചയിൽ ഞാൻ 4 ദിവസം ഇറങ്ങി, ബാക്കി 3 ദിവസം ലീവ് എടുത്തു. അടുത്ത ആഴ്ച ഏകദേശം 3 ദിവസം ഇറങ്ങി, 4 ദിവസം ലീവ് എടുത്തു. അടുത്ത ആഴ്ച, അതായത് ഇപ്പോഴത്തെ ഓൺ ഗോയിങ് വീക്ക്, സോ ഇപ്പോൾ കറക്റ്റ് 4 ദിവസം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ 3 ദിവസം ഞാൻ ഇറങ്ങുന്നുണ്ട് ഈ ആഴ്ച. സോ നമുക്ക് ഏകദേശം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലീവിൻ്റെ അക്കൗണ്ട് ഈ മാസം നോക്കുകയാണെങ്കിൽ 3, 4, 7 ദിവസം ലീവ് എടുത്തിട്ടുണ്ട്. സോ 7 ദിവസം ലീവ് എടുത്തും കൊണ്ട് 11,000 രൂപ. അപ്പോൾ 18 തീയതി. സോ കറക്റ്റ് ഏകദേശം 7 ദിവസം മൈനസ് ചെയ്താൽ നമ്മൾ കറക്റ്റ് 11,000, ഒരു ദിവസം 1000 എന്ന് പറഞ്ഞ ലെവലിൽ അതിൽ കൂടുതൽ എത്തിയിട്ടുണ്ട്. കാരണം 7 ദിവസം ലീവ് എടുത്തിട്ട് പോലും നമുക്ക് ഏകദേശം അറൗണ്ട് 12,000 രൂപ അടുപ്പിച്ച് പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏകദേശം 11 ദിവസം നമ്മൾ കറക്റ്റ് കയറ്റി വയ്ക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് 11 ദിവസം നമ്മൾ മുന്നോട്ട് പോയി. അപ്പം 79, 11 എന്ന് പറയുമ്പോഴത്തേക്കും 89, 90, ഏകദേശം 90 ദിവസം എത്തിയിട്ടുണ്ട് നമ്മുടെ ടോട്ടൽ ചലഞ്ച് എന്ന് പറയുന്നത്. ഇനി വെറും 10 ദിവസമാണ് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ 79ാമത്തെ വീഡിയോയിൽ ബാലൻസ് നിന്നത് 16,000 രൂപയാണ്. സോ ആ 16,000 രൂപയിൽ നിന്ന് ഈ 11,600 രൂപയും കൂടെ കുറയ്ക്കുമ്പോൾ ഏകദേശം ഇനി എൻ്റെ മുന്നിൽ 10 ദിവസമുണ്ട്, എറൗണ്ട് ഒരു 5,000 രൂപയ്ക്കകത്തുമുണ്ട്. സോ നമ്മുടെ ചലഞ്ച് വിജയകരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നു. കാരണം എന്ന് പറയുന്നത്, നമ്മൾ തുടക്കത്തിൽ പാർട്ട് ടൈമായിട്ട് ഒരുപാട് ദിവസം 500 വെച്ച് ഓടി. എന്നിട്ട് പോലും, അതായത് അതെല്ലാം ഞാൻ ഒരു ദിവസമായിട്ട് കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കം ആദ്യത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടറിയാൻ പറ്റും. 600, 700, 500, 800 അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ഓടിയിട്ടുണ്ടായിരുന്നു തുടക്കം. അപ്പോൾ ആ തുടക്കം നവംബർ മാസം ഞാൻ ഓടിയതിൽ ഏകദേശം ഓരോ ദിവസമായിട്ട് കണക്കൂട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയല്ല, അതൊരു 1000 എത്തുന്ന ടേൺ ഓവറിൽ നമ്മൾ ഒരു ദിവസമായിട്ട് കൂട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പകുതി ദിവസം പോലും ആവത്തില്ല നമ്മുടെ ചലഞ്ച് ഫിനിഷ് ചെയ്യാൻ. സോ ഞാൻ വളരെ ലോ ആയിട്ടാണ് ഓടിയത്. എന്ന് വെച്ചാൽ നല്ലൊരു സീരിയസ് ആയിട്ടൊന്നുമല്ല, കളിച്ചാണ് സൊമാറ്റോ ഞാൻ ഓടിയത്. 100 ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഗ്യാപ്പ് വന്നപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് നവംബറിൽ തുടങ്ങിയ ചലഞ്ചാണ്. നവംബർ, ഡിസംബർ, ജനുവരി ഈ 3 മാസം കൊണ്ട് തീർക്കാമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലായി. കാരണം എന്ന് വെച്ചാൽ ഒരു മാസം 12, 15 ദിവസം ലീവ് എടുക്കുന്നുണ്ട്. അങ്ങനെ പോയിട്ടാണ് ഇത്രയും ലെങ്ത് ആയത്. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ചലഞ്ച് ഇനിയൊരു 2-3 ദിവസം അല്ലെങ്കിൽ ആ റേഞ്ചിനകത്ത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ആ ലെവലിനകത്ത് നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് പുതിയ ചലഞ്ച് തുടങ്ങാം. സോ പുതിയ ചലഞ്ചെല്ലാം നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത, എൻ്റെ വണ്ടി 21,000 കിലോമീറ്റർ അടുപ്പിച്ചായിട്ടുണ്ട്. അതിൻ്റെ 1-2 വീഡിയോസ് ഞാൻ ചെയ്യാം. പിന്നെ എൻ്റെ വണ്ടിയിൽ പെട്രോൾ വെച്ച് ഓടിയാൽ എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.